Good morning. The next construction material is concrete. Concrete or cement concrete. So നമ്മൾ പഠിച്ച സ്റ്റോൺസും സാൻഡും സിമെന്റും വാട്ടറും കൂടെ പ്രീ ഡിറ്റർമിൻഡ് പ്രൊപ്പോർഷനിൽ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തെടുത്ത് എടുക്കുമ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടീഷനിലുള്ള ഒരു മിക്സ്ചർ കിട്ടും. അതിനെ സെറ്റ് ചെയ്യാൻ അലോ ചെയ്യുമ്പോൾ അതൊരു ഹാർഡ് റോക്ക് ലൈക്ക് മാസ് ആവും. അതാണ് കോൺക്രീറ്റ്. സോ concrete is an artificial building material obtained by hardening of the mixture of binding material like cement or lime, fine aggregates that is sand, coarse aggregates that is crushed rock or gravel, and water in predetermined proportion. So concrete എന്ന് പറയുന്നത് എന്താണ്? It is an artificial binding material. Concrete is an artificial binding material. It is obtained by hardening of mixture of binding material ഈ ബൈൻഡിങ് മെറ്റീരിയലിൽ വരുന്നതാണ് ലൈം ഓർ സിമെന്റ്. ദെൻ ഫൈൻ അഗ്രിഗേറ്റ്സ് അതായത് സാൻഡ്, then coarse aggregates that is crushed rock or gravel, and water in predetermined proportion. In predetermined. ഈ പ്രീ ഡിറ്റർമിൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നതാണ് മിക്സ് പ്രൊപ്പോർഷൻ. അതായത് കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഏത് സ്ട്രെങ്ത് വേണമെന്നനുസരിച്ച് നമ്മൾ ഒരു പെർട്ടിക്കുലർ മിക്സ് സെലക്ട് ചെയ്യും. ഈ കോൺക്രീറ്റിന്റെ മിക്സ് പറയുന്നത് M20, M25 അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് വെച്ചിട്ടാണ് പറയുന്നത് M20, M25. സോ ഓരോ മിക്സിനും ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷൻ ഉണ്ട്. അതായത് M20, M25 എന്ന് പറയുന്നത് ഓരോ ഇൻഗ്രീഡിയൻസിന്റെയും പ്രൊപ്പോർഷൻ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ പ്രൊപ്പോർഷൻ ഓഫ് സിമെന്റ്. 1 പാർട്ട് ഓഫ് സിമെന്റിന് എത്ര പാർട്ട് ഓഫ് അഗ്രിഗേറ്റ്സ് എത്ര പാർട്ട് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്സ് എത്ര പാർട്ട് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്സ് വേണമെന്നാണ് പ്രൊപ്പോർഷൻ പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞൊരു റേഷ്യോ ഉണ്ട്. അതായത് ഒരു പാർട്ട് സിമെന്റ് വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് സിമെന്റിന്റെ പ്രൊപ്പോർഷനും വാട്ടറിന്റെ പ്രൊപ്പോർഷനും കണക്ട് ചെയ്യുന്ന ഒരു റേഷ്യോ. സോ ഇങ്ങനെ പ്രീ ഡിറ്റർമിൻഡ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് നമുക്ക് വേണ്ട സ്ട്രെങ്തിലുള്ള കോൺക്രീറ്റ് ഉണ്ടാക്കി എടുക്കും. So concrete is an artificial binding material formed by or obtained by hardening of mixture of binding material like cement or lime, fine aggregates that is sand, and coarse aggregates that is crushed rock or gravel, and water in predetermined proportion. So this mixture in plastic condition sets to form hard rock like mass. നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ഒരു പ്ലാസ്റ്റിക് കണ്ടീഷനിലുള്ള ഒരു മിക്സ്ചർ കിട്ടും. അതിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ വിടുമ്പോഴത്തേക്കും റോക്ക് പോലെ ഹാർഡ് ആയിട്ടുള്ള ഒരു മാസായി മാറും. The strength of cement concrete depends on its ingredients, relative quantities, and the manner in which they are mixed and placed. So strength എങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? Concrete strength depends on ingredients.
strength of concrete depends on ingredients. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ their relative quantities, relative quantity of ingredients. ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളതിനെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യും. ഓരോ ഇൻഗ്രീഡിയൻസിന്റെ റിലേറ്റീവ് ക്വാണ്ടിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ the manner in which they are mixed and placed. In which ingredients are mixed and placed. So ഇത്രയും ഫാക്ടേഴ്സിനെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും? കോൺക്രീറ്റിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കോൺസ്റ്റുവൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഓരോ കോൺസ്റ്റുവൻസിന്റെ റിലേറ്റീവ് ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഈ ഓരോ കോൺസ്റ്റുവൻറ്റും നമ്മൾ എങ്ങനെയാണ് അതിനെ മിക്സ് ചെയ്യുന്നതും പ്ലേസ് ചെയ്യുന്നതും എന്നനുസരിച്ച് സ്ട്രെങ്ത് മാറും. So if the binding material is lime, then it is known as lime concrete. ലൈം യൂസ് ചെയ്യും, ലൈം ആണ് ബൈൻഡിങ് മെറ്റീരിയൽ എങ്കിൽ അതിനെ ലൈം കോൺക്രീറ്റ് എന്ന് വിളിക്കും. If lime is used as the binding material, then the concrete obtained is lime concrete. അതുപോലെ സിമെന്റ് യൂസ് ചെയ്യുമ്പോൾ സിമെന്റ് കോൺക്രീറ്റ്. So concrete എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ when cement, fine aggregate, coarse aggregates and water are mixed, they form a plastic mass which can be poured in a suitable molds called forms and setting on standing into hard solid mass. The chemical reaction of cement and water in the mix is relatively slow and requires time and favorable temperature for its completion. This time, known as setting time, may be divided into three distinct phases. The first phase is known as initial time of initial set and requires around 30 to 60 minutes for completion. During this phase, mixed concrete decreases its plasticity and develops pronounced resistance to flow. The second phase, known as final set, may vary between 5 to 10 hours after the mixing operation. During this phase, concrete appears to be relatively soft, solid, without surface hardness. Third phase consists of progressive hardening and increase in strength. The process is rapid in the initial stage until about 1 month after mixing, at which time the concrete almost attains the major portion of its potential hardness and strength. സോ കോൺക്രീറ്റ് എങ്ങനെയാണ് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതാണെന്നാണ് ഇപ്പം പറഞ്ഞത്. ലെറ്റ്സ് സീ, ഒന്നുകൂടെ നോക്കാം എങ്ങനെയാണ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത്. സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്സ്, കോഴ്സ് അഗ്രിഗേറ്റ്സ് ആൻഡ് വാട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു സിമെന്റ്, fine aggregates, coarse aggregates plus water. So ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രീ ഡിറ്റർമിൻഡ് ഫിക്സ്ഡ് പ്രൊപ്പോർഷനിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഒരു പ്ലാസ്റ്റിക് മാസ് ഫോം ചെയ്യും. ഇനി ഇതിനെ നമ്മൾ സ്യൂട്ടബിൾ മോൾഡിലോട്ട് പോർ ചെയ്യും. ഈ ഫോംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റിനെ ഏത് ഷേപ്പ് ആൻഡ് സൈസിലാണോ മോൾഡ് ചെയ്തെടുക്കേണ്ടത്
അതിനു വേണ്ടിയുള്ള മോൾഡിനെയാണ് ഈ ഫോംസ് എന്ന് വിളിക്കുന്നത്. ബീമായിട്ടാണെങ്കിൽ ബീമിന്റെ ഷേപ്പുള്ള ഫോമിനകത്തോട്ട് പോരെയും, കോളം ആണെങ്കിൽ കോളത്തിന്റെ ഷേപ്പിലുള്ള. സോ അങ്ങനെ നമുക്ക് വേണ്ട ഡിസൈഡ് ഷേപ്പ് ആൻഡ് സൈസ് ഉള്ള ഫോംസിനകത്തോട്ട് ഈ പ്ലാസ്റ്റിക് മാസ് ആയിട്ട് ഇരിക്കുന്ന കോൺക്രീറ്റിനെ നമ്മൾ പോർ ചെയ്യും. അതായത് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് സ്റ്റേജിൽ തന്നെ നമ്മൾ അത് പോർ ചെയ്യണം. അതായത് ഇനീഷ്യൽ സെറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ കോൺക്രീറ്റ് മിക്സ് ചെയ്തതിന് ശേഷം പോർ ചെയ്യണം. സോ അത് പോർ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സെറ്റ് ചെയ്യാൻ അലോ ചെയ്യുവാണെങ്കിൽ ഹാർഡ് സോളിഡ് മാസ് ആയിട്ട് മാറും. സോ ഇറ്റ് സെറ്റ്സ് ടു ഫോം ഹാർഡ് സോളിഡ് മാസ്. ഈ കോൺക്രീറ്റിനെ സെറ്റ് ചെയ്യാൻ ചെയ്യുമ്പോൾ ഇറ്റ് ഫോംസ് ഹാർഡ് സോളിഡ് മാസ്. ഇനി ഈ സെറ്റിംഗ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ ഓഫ് സിമെന്റ് ആൻഡ് വാട്ടർ ഇൻ ദ മിക്സ് ഇസ് റിലേറ്റീവ്ലി സ്ലോ ആൻഡ് റിക്വയർസ് ടൈം ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. Chemical reaction between cement and water. So ആ chemical reaction, അതായത് കോൺക്രീറ്റ് സെറ്റ് ആകുമ്പോൾ there occurs a chemical reaction between cement and water. So ആ chemical reaction എങ്ങനെയാണ്? It is a very slow reaction. അത് slow ആണ്. It requires time and favorable temperature. Time and favorable. ഈ സിമെന്റും വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ സ്ലോ ആയതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ കുറച്ച് സമയവും വേണം, അതുപോലെ സൂട്ടബിൾ അല്ലെങ്കിൽ ഫേവറബിൾ ടെമ്പറേച്ചറും വേണം. സോ അതിനെടുക്കുന്ന ടൈമാണ് സെറ്റിംഗ് ടൈം. ഈ ടൈമിനെ നമ്മൾ എന്ത് വിളിക്കും? സെറ്റിംഗ് ടൈം എന്ന് വിളിക്കും. അതായത് സിമെന്റും വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള സമയം, അതിനെയാണ് സെറ്റിംഗ് ടൈം. ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴാണ് കോൺക്രീറ്റ് സെറ്റ് ആയിട്ട് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നത്. സോ സെറ്റിംഗ് ടൈം തന്നെ 3 സ്റ്റേജ് ഉണ്ട്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഉണ്ട്, ഫസ്റ്റ് ഫേസ് ഉണ്ട്, സെക്കൻഡ് ഫേസ് ഉണ്ട്, തേർഡ് ഫേസ് ഉണ്ട്. ഈ സെറ്റിംഗ് ടൈമിന് തന്നെ ഫസ്റ്റ് ഫേസ്, second phase, third phase. First phase, second phase and third phase. ഈ setting time തന്നെ 3 phase ആയിട്ട് തിരിക്കാം. First phase, second phase and third phase. First phase എന്ന് പറയുന്നത് time of initial set. Time of initial set around 30 to 60 minutes. First phase എന്ന് പറയുന്നത് time of initial set around 30 to 60 minutes. ഈ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ആ മിക്സ്ഡ് കോൺക്രീറ്റിന്റെ പ്ലാസ്റ്റിസിറ്റി കുറഞ്ഞിട്ട് pronounced resistance to flow develop ചെയ്യും. Plasticity decreases, then resistance to flow develops. ആ കോൺക്രീറ്റ് മിക്സിന്റെ പ്ലാസ്റ്റിസിറ്റി കുറയുകയും ചെയ്യും ഈ ഫസ്റ്റ് ഫേസിൽ. അതോടൊപ്പം തന്നെ അതിനൊരു ഫ്ലോ റെസിസ്റ്റൻസും കൂടെ ഡെവലപ്പ് ചെയ്യും. ഇനി സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നതാണ് ഫൈനൽ സെറ്റ്. ഈ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നതാണ് ഫൈനൽ സെറ്റ്. അതിന് ഏകദേശം അതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വിതിൻ 5 to 10 hours. 5 to 10 hours ആണ് ഫൈനൽ സെറ്റ്, അതായത് സെക്കൻഡ് ഫേസ് ഓഫ് സെറ്റിങ്ങിന് വേണ്ട സമയം 5 to 10 hours. അതായത് മിക്സ് ചെയ്തതിന് ശേഷം 5 to 10 hours എടുക്കേണ്ടി വരും. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 to 10 hours സെക്കൻഡ് ഫേസ് ഓഫ് സെറ്റിംഗ്, അതായത് ഫൈനൽ സെറ്റ് നടക്കുന്നത്. ഈ ഫേസിൽ concrete appears to be relatively soft solid without surface hardness. Concrete എങ്ങനെയായിരിക്കും? Soft solid without surface
hardness. അത് സെക്കൻഡ് ഫേസ് ആണ്. ഫൈനൽ സെറ്റ് എന്ന് വിളിക്കും. 5 to 10 hours after the mixing of concrete, ഈ ഫേസിൽ കോൺക്രീറ്റ് becomes a soft solid without surface hardness. സർഫസ് ഹാർഡ്നെസ് ഇല്ലാത്ത ഒരു സോഫ്റ്റ് സോളിഡ് ആയിട്ട് മാറും. The third phase consists of progressive hardening and increase in strength. Third phase ല് progressive hardening അതോടൊപ്പം തന്നെ increase in പ്രോഗ്രസീവ് ഹാർഡനിങ്ങും ഇൻക്രീസ് ഇൻ സ്ട്രെങ്തുമാണ് തേർഡ് സ്റ്റേജില്. ആ പ്രോസസ്സ് ഇനീഷ്യലി റാപ്പിഡ് ആയിരിക്കും until about 1 month after mixing, at which time the concrete almost attains major portion of its potential hardness. ഇത് 1 month സമയം, 1 month after mixing അതിനകത്ത് major portion of strength is achieved. Major portion of strength is achieved during the third phase. അതായത് ഓൾമോസ്റ്റ് 1 month after mixing ആയിരിക്കും ഈ തേർഡ് ഫേസ് വരുന്നത്. തേർഡ് ഫേസോട് കൂടി കോൺക്രീറ്റിന് വേണ്ട ഏകദേശം എല്ലാ സ്ട്രെങ്ത്തും അത് ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ ഇതാണ് സെറ്റിംഗ്. സെറ്റിംഗ് ടൈം എങ്ങനെയാണ്? ഫസ്റ്റ് ഫേസ് ഓഫ് സെറ്റിംഗ്, സെക്കൻഡ് ഫേസ് ഓഫ് സെറ്റിംഗ് ആൻഡ് തേർഡ് ഫേസ് ഓഫ് സെറ്റിംഗ്. First phase of setting, second phase of setting and third phase of setting. Because of high strength capability in compression, concrete is considered to be a versatile material for construction of modern structures. കോൺക്രീറ്റിന് ഹൈ കംപ്രസിബിൾ സ്ട്രെങ്ത് ആണ്. കംപ്രസിബിൾ അല്ല, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്. Concrete has high strength in compression and it is considered to be versatile material for construction. So concrete is a versatile material for construction. Concrete is a versatile material for construction. പക്ഷേ കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. Very little tensile strength കോൺക്രീറ്റിന് വളരെ കുറവാണ്. ടെൻസൈൽ സ്ട്രെങ്ത് കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കോൺക്രീറ്റിനകത്ത് the use of plain concrete is limited to applications where great compressive strength and weight are the principal requirements. ഈ ഹൈ കംപ്രസീവ് സ്ട്രെങ്തും ഉള്ള കേസ്, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് വേണ്ടിടത്ത് മാത്രമേ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള കോൺക്രീറ്റ് യൂസ് ചെയ്യും. കോൺക്രീറ്റിന് സ്ട്രെങ്ത് വെരി ലിറ്റിൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? we reinforce the concrete by placing steel bars in the tension zone. So ഇതുകൊണ്ട് എന്ത് ചെയ്യും? reinforce concrete by placing steel bars. ടെൻസൈൽ സ്ട്രെങ്ത് കൂടി വേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ വേണ്ട കേസസിൽ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം കോൺക്രീറ്റിനെ സ്റ്റീൽ ബാർസ് പ്ലേസ് ചെയ്ത് റീഇൻഫോഴ്സ് ചെയ്യും. സ്റ്റീൽ ബാർസ് പ്ലേസ് ചെയ്ത് റീഇൻഫോഴ്സ് ചെയ്യുന്ന കോൺക്രീറ്റ് ആണ് RCC. അതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് വേണ്ടിടത്ത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യും. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യും. അതിനെ വിളിക്കും PCC. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ സിമെന്റും ആഗ്രിഗേറ്റ്സും ബോത്ത് ഫൈൻ ആൻഡ് കോഴ്സ് സിമെന്റ് ആഗ്രിഗേറ്റ്സും വാട്ടർ മാത്രം വരുമ്പോഴാണ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്.
അതോടൊപ്പം സ്റ്റീൽ ബാർസും കൂടിയിട്ട് റീഇൻഫോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് എന്തായി മാറുന്നു? റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആയി മാറും. അപ്പൊ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് കംപ്രസീവ് സ്ട്രെങ്ത്തും വെയിറ്റും ആണ് നമ്മുടെ പ്രിൻസിപ്പൽ റിക്വയർമെന്റ്സ് എങ്കിൽ ആ കേസസിലെല്ലാം പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യും. അതേസമയം ടെൻസൈൽ സ്ട്രെങ്ത്തും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിന് നമ്മൾ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യും. ടെൻസൈൽ സ്ട്രെങ്ത് കൂടെ വേണ്ട കേസസിൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യും. So reinforced cement concrete is extensively used for construction of beams, slabs, columns, stairs, footings, retaining walls, water tanks, etc. ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? Beams, columns, water tanks, slab, stair, footing, etc. Slab, stair, footing, etc. So ഇതെല്ലാം ഇപ്പൊ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. റീറ്റെയിനിങ് വാൾസിൽ ബീംസ്, കോളംസ്, വാട്ടർ ടാങ്ക്സ്, സ്റ്റെയർ, ഫുട്ടിംഗ് എക്സെട്ര. സോ ഇവിടെ എല്ലാം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. കോൺക്രീറ്റിന് കംപ്രസീവ് സ്ട്രെങ്ത് നല്ലപോലെ ഉണ്ട്, പക്ഷേ ടെൻസൈൽ സ്ട്രെങ്ത് വളരെ മോശമാണ് കോൺക്രീറ്റിന്റെ. അപ്പം ടെൻസൈൽ സ്ട്രെങ്തും കൂടെ വേണ്ട കേസസിൽ നമ്മൾ കോൺക്രീറ്റിനകത്ത് സ്റ്റീൽ ബാർസ് ഉപയോഗിച്ച് അതിനെ റീഇൻഫോഴ്സ് ചെയ്തെടുക്കും. സോ അപ്പം കോൺക്രീറ്റിന് സ്റ്റീൽ ബാർസ് വരുന്നത് കാരണം ടെൻസൈൽ സ്ട്രെങ്ത് കിട്ടും. സോ RCC ആണ് PCC അപേക്ഷിച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. RCCക്ക് കംപ്രസീവ് സ്ട്രെങ്തും ഉണ്ട്, ടെൻസൈൽ സ്ട്രെങ്തും ഉണ്ട്. Next is advantages. Advantages of using concrete. Hardened concrete has high compressive strength. High compressive strength. Next advantage. It can be molded into any shape and the surface can be textured and colored. Can be molded into any shape. പിന്നെ surface can be textured and കളർ. എന്താണ് സെക്കൻഡ് അഡ്വാൻറ്റേജ്? കോൺക്രീറ്റിനെ നമുക്ക് ഏത് ഷേപ്പിലേക്ക് മോൾഡ് ചെയ്തെടുക്കാം, അതോടൊപ്പം അതിന്റെ സർഫസിനെ ടെക്സ്ചർ ചെയ്യുകയും കളർ ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺ ദ സൈറ്റ് യൂസിങ് ഈസിലി അവൈലബിൾ മെറ്റീരിയൽ ആൻഡ് ഇസ് വെരി കോസ്റ്റ് എഫക്റ്റീവ്. കോൺക്രീറ്റ് വെരി കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺ ദ സൈറ്റ്. അവൈലബിൾ മെറ്റീരിയൽസ് വെച്ച് നമുക്കത് സൈറ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാനും പറ്റും. അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കോൺക്രീറ്റ് ഹാസ് ഡിസൈറബിൾ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. കോൺക്രീറ്റ് ഹാസ് ഡിസൈറബിൾ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. കോൺക്രീറ്റിന് ആവശ്യമുള്ള എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. Then walls built with concrete have sufficient mass and strength to resist wind-driven debris compared to wood or steel. Concrete walls in എന്തുണ്ട്? Sufficient mass and strength to resist wind. Mass and strength to resist wind. അതായത് വുഡോ ഷീറ്റ് സ്റ്റീലോ കൊണ്ടുണ്ടാക്കിയ വാൾസിനെ അപേക്ഷിച്ച് കോൺക്രീറ്റ് വാൾസിനാണ് വിൻഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള മാസും സ്ട്രെങ്ത്തും ഉള്ളത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് വെൻ കമ്പയർഡ് ടു സ്റ്റീൽ ഓർ വുഡ്, കോൺക്രീറ്റ് ഹാസ് ഇൻഹെറന്റ് ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടി. ഫയർ
resisting, inherent fire resisting property. Fire resisting property is inherent in concrete when compared to wood or steel. Then concrete regains its properties on cooling when temperature and duration of fire are not abnormally high. Regains properties on cooling. കൂൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കോൺക്രീറ്റ് റീഗെയിൻ ചെയ്യും when temperature and duration of fire not high. When fire temperature and duration not high, അതായത് ഫയർ ഉണ്ടാകുന്ന ആ ഒരു ഡ്യൂറേഷനും ടെമ്പറേച്ചറും അധികം കൂടുതലല്ല എന്നുണ്ടെങ്കിൽ തണുത്ത് കൂളിംഗ് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് അതിന്റെ ഒറിജിനൽ പ്രോപ്പർട്ടീസ് റീഗെയിൻ ചെയ്യും. ഫയർ ഉണ്ടായതിനു ശേഷം കോൺക്രീറ്റ് കൂൾ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒറിജിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ അത് റീഗെയിൻ ചെയ്യും. ഫയറിന്റെ ടെമ്പറേച്ചർ ഒരുപാട് അധികമോ അല്ലെങ്കിൽ ഫയർ ഉണ്ടാകുന്ന സമയം എത്ര സമയത്തേക്കാണോ ഫയർ ഉണ്ടാകുന്നത് ആ ഒരു ടൈം ഡ്യൂറേഷനും കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും ഫയർ ഉണ്ടാകുന്ന ടെമ്പറേച്ചറും കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ കൂൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം റീഗെയിൻ ചെയ്യും. ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂട്ടബിൾ ആഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടി നമുക്ക് പെട്ടെന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. പ്രോപ്പർട്ടീസ് can be modified as per need on adding suitable admixtures. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസ് ആയിട്ട് കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടിയെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ടുള്ള ആഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്യുവാണെങ്കിൽ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടിയെ നമുക്ക് ആവശ്യമായ രീതിയിൽ മോഡിഫൈ ചെയ്ത് എടുക്കാം. Now concrete requires less energy input for its manufacture and maintenance. Less energy for maintenance and manufacture. Next advantage is it is a good soundproofing material. Good soundproofing material. So ഈ 10 points ആണ് കോൺക്രീറ്റിന്റെ advantages. These are the advantages of concrete.